അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം ഒന്നാമത്തെ പാഠം ഫസ്അലു അഹ്ല ദിക്ർ എന്ന പാഠം നമുക്ക് വായിക്കാം. അതിൻ്റെ തദ്രീബാത്ത് നോക്കാം. ഇജ്തിഹാദിൻ്റെ നിയമങ്ങളൊക്കെ പറയുന്ന പാഠമാണ്. അതിൻ്റെ 6 നിയമങ്ങൾ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഫസ്അലു അഹ്ല ദിക്ർ ഹെഡിങ്ങിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. പാഠം വായിക്കാം. അലാ ലാ യുസല്ലിയന്ന അഹദുൻ അൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള. ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ ആരും അസ്ർ നിസ്കരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി. നബി തങ്ങൾ ബനു ഖുറൈളയിലേക്ക് പോകുമ്പോൾ സ്വഹാബത്തിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്വഹാബികൾ യാത്ര തുടങ്ങി. അസ്ർ നിസ്കാരത്തിൻ്റെ സമയമായി. ബനു ഖുറൈളയിലെത്താതെ ഞങ്ങൾ നിസ്കരിക്കില്ല ചിലർ പറഞ്ഞു. ചിലർ നിസ്കരിച്ചു. ഖളാ ആക്കി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചിട്ടില്ല. വേഗത്തിൽ ബനു ഖുറൈളയിൽ എത്തിച്ചേരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം പറഞ്ഞത്. ഇതായിരുന്നു നിസ്കരിച്ചവരുടെ ന്യായം. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. ഇരുവിഭാഗത്തിൻ്റെ തീരുമാനത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചു. കാരണം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നിന്ന് ഇരുവിഭാഗം സ്വഹാബികളും മനസ്സിലാക്കിയതാണ് അവർ ചെയ്തത്. ഈ രൂപത്തിൽ ചെയ്യാൻ ഇന്ന് നമുക്കൊന്നും സാധിക്കുകയില്ല. കാരണം ഇജ്തിഹാദിൻ്റെ പണ്ഡിതന്മാരായിരുന്നു. ഇജ്തിഹാദ് ചെയ്യാനുള്ള എല്ലാ കഴിവുകളും മേളിച്ചവരായിരുന്നു സ്വഹാബാക്കൾ. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. മതപരമായ കാര്യങ്ങളിൽ സ്വഹാബികൾ ഇപ്രകാരം ഗവേഷണം നടത്തുന്നവരായിരുന്നു. ഈ രീതിയിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിന് ഇജ്തിഹാദ് എന്ന് പറയുന്നു. അപ്പോൾ ഇജ്തിഹാദ് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിന് ഇജ്തിഹാദ് എന്ന് പറയുന്നു. ഇനി മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മതവിധി കണ്ടെത്തുന്ന പണ്ഡിതന്മാർക്കാണ് മുജ്തഹിദ് എന്ന് പറയുന്നത്. അതാണ് മുജ്തഹിദ് എന്ന് പറയുന്നവർ. പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് ഇങ്ങനെ 4 എണ്ണമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പനയുള്ളതുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത്. അപ്പോൾ ഖുർആൻ എന്നാൽ എന്താണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പനയുള്ളതുമാണ് പരിശുദ്ധ ഖുർആൻ. എന്നാൽ തിരുസുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് പിന്നീട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ ഇജ്മാ ആണ് പ്രമാണങ്ങൾ പറഞ്ഞത്. ഇസ്ലാമിലെ പ്രമാണങ്ങളിൽ മൂന്നാമത്തെ ഇജ്മാ ആണ്. അതാണ് ഇനി പറയുന്നത്. ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. അപ്പോൾ ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. എന്താ ഖിയാസ് എന്ന് പറയുക? ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. ഇനി ഈ 4 പ്രമാണങ്ങളിലും അറബി ഭാഷാ വിജ്ഞാനങ്ങളിലും അവഗാഹമുള്ളവർക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാൻ അനുവാദമുള്ളൂ. അല്ലാത്തവർ മുജ്തഹിദുകളെ അനുകരിക്കണം. മുജ്തഹിദുകൾ എന്ത് ചെയ്യണം? പിന്തുടരണം. അപ്പോൾ ഈ 4 പ്രമാണങ്ങളിലും വിവരം ഉണ്ടായിരിക്കണം. അറബി ഭാഷ അറിയണം, അറബി ഭാഷാ വിജ്ഞാനങ്ങൾ അറിയണം. ഇതിലൊക്കെ നല്ല അവഗാഹമുള്ളവർക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാൻ അനുവാദമുള്ളൂ. അല്ലാത്തവരെന്ത് ചെയ്യണം? മുജ്തഹിദുകളായ അവരെ ഇമാമുമാരെന്ത് ചെയ്യണം? പിന്തുടരണം. അല്ലാഹു തആല പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു,
ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും? മുആദ് റളിയല്ലാഹു ചോദിച്ചു. മുആദ് റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹു തആലയുടെ കിതാബ് അനുസരിച്ച് വിധിക്കും. കിതാബിൽ എന്താണ്, പരിശുദ്ധ ഖുർആനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് ഞാൻ വിധിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വിധി കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് അതിന് വിധി കണ്ടിട്ടില്ലെങ്കിൽ നീ എന്താ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചപ്പോൾ മുആദ് റളിയല്ലാഹു പറയുന്നു, തിരുചര്യയനുസരിച്ച് വിധിക്കും. എന്നാൽ തിരുസുന്നത്ത്, നമ്മൾ പറഞ്ഞു തിരുസുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്ന് പറഞ്ഞല്ലോ, അതാണ് തിരുസുന്നത്ത്. അതിൽ നോക്കി ഞാൻ എന്ത് ചെയ്യും? വിധി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവ രണ്ടിലും വിധി കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇജ്തിഹാദ് നടത്തി വിധി പറയും, ഞാൻ വീഴ്ച വരുത്തുകയില്ല. മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങ് മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി ലിമാ യർലാ റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതൻ റസൂലുള്ളാഹ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിന് സ്തുതി. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പ്രശംസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞതാണത്. ഇനി മുജ്തഹിദുകൾ താഴെ പറയുന്ന യോഗ്യതകളുള്ളവരായിരിക്കണം. ഒന്ന്, ഖുർആനിലും തഫ്സീർ നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. രണ്ട്, ഹദീസ് നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. മൂന്നാമത്തത്, ഖിയാസിലും അതിൻ്റെ ഇനങ്ങളിലും ആഴത്തിലുള്ള അറിവ്. നാലാമത്തത്, ഭാഷയിലും ഭാഷാവിജ്ഞാനങ്ങളിലും നൈപുണ്യം. 5, സ്വഹാബികളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിലുള്ള അറിവ്. 6, ഹദീസ് നിവേദകരുടെ ശക്തി, ബലഹീനത എന്നിവയെക്കുറിച്ചുള്ള അറിവ്. ഇതൊക്കെ അറിയുന്നവരായിരിക്കണം. ഈ 6 നിയമങ്ങൾ അറിയുന്നവരായിരിക്കണം മുജ്തഹിദുകൾ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം നമുക്ക് ഈ പാഠം വായിച്ചു കഴിഞ്ഞതിന് ശേഷം കാണാം. സ്വഹാബത്തിലും താബിഉകളിലും തബഉ താബിഉകളിലും ഈ യോഗ്യതകളെല്ലാം മേളിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ട്. 4 ഖലീഫമാർ ഈ നിയമങ്ങളൊക്കെ പാലിച്ച് ഈ നിയമങ്ങളെല്ലാം ഈ യോഗ്യതകളെല്ലാം ഉൾക്കൊണ്ട ആളുകളാണ് 4 ഖലീഫമാർ. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ സ്വഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകളായിരുന്നു. ഈ പറഞ്ഞതൊക്കെ ആരാണ്? സ്വഹാബത്തിലെ പ്രമുഖ മുജ്തഹിദുകളാണ്. പുതിയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാവുമ്പോൾ അവർ ഇജ്തിഹാദ് നടത്തി ഫത്വകൾ നൽകി. മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബ്. അപ്പോൾ എന്താണ് മദ്ഹബ്? മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മുജ്തഹിദുകൾ 6 നിയമങ്ങൾ വിശദമായി കേട്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് തദ്രീബാത്തിലേക്ക് കടക്കാം. പ്രധാനമായും 6 യോഗ്യതകളാണ് അവർക്ക് വേണ്ടത്. ഒന്നാമതായി, പരിശുദ്ധ ഖുർആൻ സമഗ്രമായി അറിഞ്ഞിരിക്കണം. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിൻ്റെ വിധിവിലക്കുകളും അതിൻ്റെ ഇനങ്ങളും അറിഞ്ഞിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിയമങ്ങൾ അതറിഞ്ഞിരിക്കണം, അതിൻ്റെ ഇനങ്ങൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, വലാ തഖറബുസ് സ്വലാത്ത വ അൻതും സുകാറ. നിങ്ങൾ മസ്തായിക്കൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കരുത്. മദ്യം പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മസ്തായിക്കൊണ്ട് നിങ്ങൾ നിസ്കാരത്തിൽ പ്രവേശിക്കരുത്. ഈ ആയത്ത് അതിനുശേഷം വന്ന ഒരായത്ത് അവതരിച്ചതോടുകൂടി ദുർബലപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നാം ഓതിയ ആയത്ത് ദുർബലപ്പെട്ടു പോയതാണ്. അതിനെ ദുർബലപ്പെടുത്തുന്നൊരായത്ത് പിന്നീട് വന്നിട്ടുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു എന്ന ആയത്ത് പിന്നീട് അവതരിച്ചു. അപ്പോൾ ഇങ്ങനെ നാസിഖും മൻസൂഖുമായ
ആയത്തുകളെക്കുറിച്ച് ധാരണ വേണം. അതുപോലെ വിശദമായിട്ട് അഹ്കാമുകളെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണ ഈ ഇജ്തിഹാദ് നടക്കുന്ന പണ്ഡിതന് ഉണ്ടായിരിക്കണം. അതുപോലെ പൊതുവായ ആശയങ്ങൾ കാണിക്കുന്നതും പ്രത്യേകമായ ആശയങ്ങൾ കാണിക്കുന്നതുമായ ആയത്തുകളുണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. സോപാധികവും നിരുപാധികവുമായ നിയമങ്ങളുള്ള വചനങ്ങളുണ്ട്, ആയത്തുകളുണ്ട്. അതിനെക്കുറിച്ച് അറിയണം. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെയും സൂറത്തുകളുടെയും അവതരണ പശ്ചാത്തലം അറിയണം. ഏത് സന്ദർഭത്തിലാണത് അവതരിച്ചത്, എവിടെയാണത് അവതരിച്ചത്, മക്കയിലാണോ മദീനയിലാണോ, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരിക്കണം. അതുപോലെ രണ്ടാമത്തെ ഒരു വിഷയം തിരുസുന്നത്തിനെക്കുറിച്ചും അതിൻ്റെ വിധികളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഇനങ്ങൾ അറിഞ്ഞിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, മൗനാനുവാദങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ, ആ ഹദീസിൽ സ്വഹീഹായതും ദഈഫായതും മഖ്ബൂലായതും മർദൂദായതും ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ അറിവ് ഇജ്തിഹാദ് നടത്തുന്ന വ്യക്തിക്കുണ്ടായിരിക്കണം. 2. മൂന്നാമത്തേത് ഖിയാസ്. ഖിയാസിനെക്കുറിച്ചും അതിൻ്റെ ഇനങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം. ഖിയാസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ വിധി അതിനാസ്പദമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റൊരു കാര്യത്തിന് ബാധകമാക്കുക, ഇതാണ് ഖിയാസ്. ഈ ഖിയാസിനെക്കുറിച്ചും അതിൻ്റെ ഇനങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടാവണം, അറിവുണ്ടാവണം. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരുടെ അവസ്ഥ അറിയുന്നവനാകണം ഇജ്തിഹാദ് ചെയ്യുന്നവൻ. അവരുടെ ജീവിതശൈലി, സ്വഭാവം, അതുപോലെ തന്നെ ആ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, അതിൻ്റെ ബലവും ബലഹീനതയും ഇതെല്ലാം അറിഞ്ഞിരിക്കണം. 5. അറബി ഭാഷ അറിയണം. കേവലം അറബി വായിക്കാനും അർത്ഥം പറയാനും മാത്രം അറിഞ്ഞ ഒരാൾക്ക് ഇജ്തിഹാദ് ചെയ്യാൻ അവകാശമില്ല. ചില ആളുകളൊക്കെ പറയും, അതിനെന്താ, ഖുർആൻ നോക്കി അതിൻ്റെ അർത്ഥം പറയാൻ സാധിച്ചാൽ പോരെ, ഹദീസ് വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ പോരെ, ഇജ്തിഹാദ് ചെയ്യാം. ഈ ധാരണ മഹാ അബദ്ധമാണ്. കേവലം അറബി വായിച്ച് അർത്ഥം പറയാൻ സാധിക്കുന്ന ഒരാൾക്ക് ഇജ്തിഹാദ് ചെയ്യാനുള്ള അവകാശമില്ല, അതിന് കഴിവില്ല, യോഗ്യതയില്ല. പിന്നെ എന്തു വേണം? അറബി ഭാഷ വ്യക്തമായി അറിയണം, ഭാഷാപരമായ ജ്ഞാനം വേണം. അതുപോലെ തന്നെ നഹ്വ് അറിഞ്ഞിരിക്കണം, വ്യാകരണശാസ്ത്രം അറിഞ്ഞിരിക്കണം. അതുപോലെ സർഫ് അറിഞ്ഞിരിക്കണം, പദോൽപത്തി ശാസ്ത്രം അറിഞ്ഞിരിക്കണം. അതുപോലെ ബലാഗ, സാഹിത്യശാസ്ത്രം അറിഞ്ഞിരിക്കണം അറബിയിൽ. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം അറിയുന്ന ഒരാൾക്ക് ഇജ്തിഹാദ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. 6. സഹാബാക്കളുടെയും സഹാബാക്കളുടെ ശേഷം വന്ന താബിയുകൾ, താബിയുകൾ, അങ്ങനെ ഇന്നോളം വന്ന പണ്ഡിതന്മാർ, അവരുടെ ഗവേഷണ സംബന്ധമായ അഭിപ്രായങ്ങൾ, അത് യോജിച്ചും വിയോജിച്ചുമുള്ള അഭിപ്രായങ്ങൾ അറിയുന്നവനായിരിക്കണം ഇജ്തിഹാദ് ചെയ്യേണ്ടത്. ഇനി തദ്രീബാത്ത് നോക്കാം. 1. എന്താണ് ഇജ്തിഹാദ്? നുജീബ് ഉത്തരം എഴുതാനുള്ളതിൽ 1. എന്താണ് ഇജ്തിഹാദ്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിന് ഇജ്തിഹാദ് എന്ന് പറയുന്നു. 2. എന്താണ് തിരുസുന്നത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത് എന്ന് പറയുന്നത്. അടുത്ത 3. ഇജ്മാ എന്നാൽ എന്ത്? ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. 4. ഖിയാസ് എന്നാൽ എന്ത്?
ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. അഞ്ചാമത്തെ, ആരാണ് മുജ്തഹിദ്? ആൻസർ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മതവിധി കണ്ടെത്തുന്നവർക്കാണ് മുജ്തഹിദ് എന്ന് പറയുന്നത്. ആറാമത്തത്, സ്വഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകളിൽ 4 ആളുടെ പേരെഴുതുക. ആൻസർ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. 4 ഖലീഫമാരുടെ പേരും ഇവിടെ എഴുതാം. അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇനി 7-മത്തത്, എന്താണ് മദ്ഹബ്? മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബ്. ഇനി അടുത്തത്, നക്തുബ് ഫിഖ്റ, ഗണ്ണിക എഴുതാനുള്ളതിൽ 1-മത്തത് മുജ്തഹിദിൻ്റെ യോഗ്യതകൾ എഴുതാനുള്ളതാണ്. ആ മുജ്തഹിദിൻ്റെ 6 യോഗ്യതകൾ നമ്മളെ പാഠത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഇനി ഇത് വായിക്കണം എന്നില്ലല്ലോ. 1, ഖുർആനിലും തഫ്സീറിലും നിദാനശാസ്ത്രത്തിലും ആയത്തിലുള്ള അറിവ്. 2-മത്തെ, ഹദീസ് നിദാനശാസ്ത്രത്തിലുമുള്ള ആയത്തിലുള്ള അറിവ്. അങ്ങനെ ആ 6 നിയമങ്ങളും അവിടേക്ക് എഴുതുക. 2-മത്തേത് നക്തുബ്, ഗണ്ണിക എഴുതാൻ. 2-മത്തെ, മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ യമൻ യാത്ര, അതിനെക്കുറിച്ച് എഴുതാനാണ്. അതും നമ്മുടെ പാഠത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തആലയുടെ കിതാബ് അനുസരിച്ച് വിധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു തിരുചര്യ അനുസരിച്ച് വിധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവ രണ്ടിലും വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും? അങ്ങനെ ആ സംഭാഷണം അതാണ് ഇവിടേക്ക് എഴുതി കൊടുക്കാനുള്ളത്. അതിൻ്റെ ബാക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂലില്ലാഹി ലിമാ യർലാ റസൂലുള്ളാഹ്. അതിൻ്റെ അർത്ഥമടക്കം അവിടേക്ക് എഴുതി കൊടുക്കുക. ഇനി അടുത്തത്, സ്വഹാബികളുടെ ബനു ഖുറൈള യാത്ര. സ്വഹാബികളുടെ ബനു ഖുറൈള യാത്രയാണ്. അതിനെക്കുറിച്ചുള്ള സംഭവമാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. അലാ ലാ യുസല്ലിയന്ന അഹദുൻ അൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള. ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ ആരും അസ്ർ നിസ്കരിക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. സ്വഹാബികൾ യാത്ര തുടങ്ങി. അസ്ർ നിസ്കാരത്തിൻ്റെ സമയമായി. ബനു ഖുറൈളയിൽ എത്താതെ ഞങ്ങൾ നിസ്കരിക്കില്ല ചിലർ പറഞ്ഞു, ചിലർ നിസ്കരിച്ചു. ഖളാ ആക്കി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടില്ല. വേഗത്തിൽ ബനു ഖുറൈള എത്തിച്ചേരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞത്. അങ്ങനെ ആ സംഭവങ്ങൾ മുഴുവനായിട്ട് അവിടെ എഴുതി കൊടുക്കുക. ഇനി നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ്. 1, അലാ ലാ യുസല്ലിയന്ന അഹദുൻ അൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള. ഇത് ആരോട് എപ്പോൾ പറഞ്ഞു? ബനു ഖുറൈളയിലേക്ക് യാത്ര പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞു. ഓക്കെ. 2-മത്തെ, അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂലില്ലാഹി ലിമാ യർലാ റസൂലുള്ളാഹ്. ഇത് ആരോട് പറഞ്ഞു? മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വീഴ്ച വരുത്താതെ പ്രശ്നം പരിഹരിക്കും. എന്നാൽ അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ സ്ഥലത്തിനനുസരിച്ച് എഴുതിയതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂലില്ലാഹി ലിമാ യർലാ റസൂലുള്ളാഹ്. അതാണ് സന്ദർഭം. ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു. ഇനി നശ്റഹുൽ മാന, അർത്ഥം ഇതാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. അറിവുള്ളവരോട് എന്ത് ചെയ്യുക? ചോദിക്കുക. പാഠത്തിൻ്റെ അണ്ടിയെ ഫസ്അലു അഹ്ല ദിക്ർ, അറിവുള്ളവരോട് ചോദിക്കുക എന്നുള്ളതാണ്. ഇനി 5-മത്തെ, തഖ്സീസ്. 1, ഇജ്തിഹാദ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക. ഒരു ചെറുമട്ടത്തിലുള്ള ഒരു പ്രസംഗം ഒന്നുകൂടെ ഉഷാറാക്കിയിട്ട് നിങ്ങൾക്കത് എഴുതാം. ഇതൊരു മാതൃകയായിട്ട് കൊടുത്തു എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. ആദരണീയരായ ഉസ്താദുമാരെ, സഹപാഠി സുഹൃത്തുക്കളെ, ഇജ്തിഹാദ് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഇജ്തിഹാദ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. ഈ 4 പ്രമാണങ്ങളിലും അറബി ഭാഷ വിജ്ഞാനങ്ങളിലും അവഗാഹമുള്ളവർക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാൻ അനുവാദമുള്ളൂ. അല്ലാത്തവർ മുജ്തഹിദുകളെ അനുകരിക്കണം. ഒരു മുജ്തഹിദായ പണ്ഡിതനിൽ 6 യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ആ 6 യോഗ്യതകൾ ഉള്ളവർക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാൻ അർഹതയുള്ളൂ. സ്വഹാബത്തിലും താബിഉകളിലും തബഉ താബിഉകളിലുമെല്ലാം ഈ യോഗ്യതകളെല്ലാം മേളിച്ച
ധാരാളം പണ്ഡിതന്മാരുണ്ട്. അവരിൽപ്പെട്ടവരാണ് നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമുമാർ. ഈ ഇമാമുമാരെ അനുകരിച്ചുകൊണ്ടാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പ്രസംഗത്തിൽ 6 നിയമങ്ങൾ കൊണ്ടുവരാം. മുജ്തഹിദുകളായ സ്വഹാബാകളെക്കുറിച്ച് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുവരാം. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസംഗം ഒന്നുകൂടെ വിശാലമാക്കാവുന്നതാണ്. ഇനി അടുത്തത് 2 മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിൻ്റെ ജീവിത ചരിത്രം വായിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഒരു ചെറിയ മട്ടത്തിൽ നമുക്കൊന്ന് അവതരിപ്പിക്കാം. മക്കയിൽ നിന്നും വന്ന ഇസ്ലാമിക പ്രബോധകനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മുഖേനയാണ് യസ്രിബുകാരനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നത്. ഇസ്ലാമിക കാര്യങ്ങളിൽ അഗാധ ജ്ഞാനം മാത്രമല്ല, ചിന്താശേഷിയും ദീർഘദൃഷ്ടിയുമുള്ള ആളായിരുന്നു അദ്ദേഹം. മക്ക വിജയാനന്തരം ഖുറൈശികൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മതവിദ്യാഭ്യാസം നൽകേണ്ടത് അനുയോജ്യമായി വന്നു. പ്രവാചകൻ ഈ ദൗത്യം ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഹിജ്റ 18 ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠവും തദ്രീബാത്തൊക്കെ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു പഠിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അടിയുറച്ച് വിശ്വസിക്കുന്നവരിൽ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.